കെ ബി ഗണേഷ് കുമാറിനെതിരെ പരാതിയില്ലെന്ന് ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കിയെങ്കിലും മന്ത്രിയുടെ രാജിയിൽ ഉറച്ച് പ്രതിപക്ഷം. ഒത്തുതീർപ്പിൽ തീരില്ലെന്നും ഗണേഷ് കുമാർ മന്ത്രിയായി തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദം പെട്ടെന്നൊഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് LDF. കെ ബി ഗണേഷ് കുമാറിനെതിരായ ആരോപണം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെയാണ് വിവാദത്തിലെ വഴിത്തിരിവ്. വിവാദം വേണ്ടെന്നും ഗണേഷ് കുമാറിനെതിരെ പരാതിയില്ലെന്നും ഭാര്യ ബിന്ദു മേനൻ വ്യക്തമാക്കിയെങ്കിലും രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. പോലീസ് അന്വേഷണം നടക്കണം, അതുപോലെ തന്നെ മന്ത്രിയെ രാജിവെക്കാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഗണേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനം ചെയ്ത ഒരു മന്ത്രി കാണുകയില്ല. ഈ മന്ത്രിസഭയ്ക്ക് വരെ ഒരു പുഴുക്കുത്താണ്. രാഷ്ട്രീയ വിവാദം ആവശ്യമില്ലെന്നും എല്ലാം ജനം തീരുമാനിക്കട്ടെയെന്നും സ്പീക്കർ AN ഷംസീർ. പ്രശ്നം ക്ലോസ്ഡ് ചാപ്റ്ററാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമായി അത് മാറും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും സഭ ഇപ്പോൾ ഇല്ല, തെരഞ്ഞെടുപ്പിലേക്ക് അതൊരു ജനങ്ങൾ തീരുമാനിക്കട്ടെ. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ മന്ത്രിയുടെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.